نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സർവലോക പരിപാലകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിക്കുകയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിപ്രക്രിയയുടെ യഥാർത്ഥമായ ലക്ഷ്യം എന്നത് ഇഹലോകത്തെ ഈ നൈമിഷികമായ ജീവിതം അവസാനിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കാനിരിക്കുന്നു എന്നതാണ് സൂചിപ്പിച്ചു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നമ്മുടെ മനസ്സിലും ശരീരങ്ങളിലും ജീവിതങ്ങളിലും ചിന്തകളിലുമെല്ലാം രൂപപ്പെട്ടു വരുന്നത് ഐഹികമായ ജീവിതത്തിലെ അല്ലെങ്കിൽ നൈമിഷികമായ ഈ ജീവിതത്തിലെ ഏതാനും ചില സൗകര്യങ്ങളോ അല്ലെങ്കിൽ ജീവിത അഭിലാഷങ്ങളോ നമുക്ക് ലഭ്യമാകുമ്പോഴേക്ക് ഇത് തന്നെയാണ് യഥാർത്ഥമായ ജീവിതമെന്ന ഒരു ചിന്തയാണ്. നമ്മേക്കാൾ കൂടുതൽ ഐഹികമായ സൗകര്യങ്ങളും ജീവിത അഭിലാഷങ്ങളും ഒക്കെ തീർത്തുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ, വലിയ വലിയ മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വക്താക്കളായിരുന്ന ആളുകൾ, അങ്ങനെയുള്ള എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് മരണം സംഭവിക്കുമെന്ന ഒരു ഓർമ്മ, ആ മരണത്തിന് മുന്നോടിയായി ജീവിതത്തെ നന്മയാർന്ന രീതിയിൽ, തിളക്കമാർന്ന രീതിയിൽ കൊണ്ടുവരാൻ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നതാണ്. നമ്മുടെ മനസ്സും അതുപോലെ ശരീരവും ജീവിതവും പ്രവർത്തനങ്ങളുമെല്ലാം പരിശോധിക്കുമ്പോൾ തുച്ഛമായ ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം അത്തരത്തിൽ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ വലിയ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന, ശീതീകരിച്ച വാഹനങ്ങളിലും വലിയ വലിയ വീടുകളിലുമൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ മണ്ണോട് ചേർന്നു പോയി. പത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോ
പത്രത്തിന്റെ പത്രത്താളുകളിൽ ഒരു പേജ് തന്നെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ചരമത്തിന്റെ പേജിൽ തന്നെ നമുക്ക് വായിക്കാം. ഇതൊക്കെ ഉണ്ടായിട്ടും ആ മരണത്തെ നമ്മൾ വിസ്മരിക്കുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ ദുരന്തം എന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. അത് തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, യാ അയ്യുഹന്നാസ് അയ്യുമാ അഹദു മിന്നാസ് ഔ മിനൽ മുഅ്മിനീന മുസീബ ബിമുസീബ ഫൽയഅ്തസ് ബിമുസീബതി. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു വലിയ ദുരന്തം സംഭവിക്കുമ്പോ ആ ദുരന്തത്തിന്റെ പേരിൽ നിങ്ങൾ വേദനിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ മരണത്തെ കുറിച്ച്, എന്റെ വിയോഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെ സംഭവിച്ചുവെങ്കിൽ ഇനി എത്ര വലിയ ആളായിരുന്നാലും നമ്മിലേക്ക് മരണം തേടിയെത്തുന്ന കാര്യത്തിൽ യാതൊരുവിധ സന്ദേഹവുമില്ല. നമ്മുടെ ഉപ്പമാരുടെ അല്ലെങ്കിൽ വല്യപ്പമാരുടെ അവരുടെ കണ്ണ് അല്ലെങ്കിൽ അവരുടെ മുഖമോ ഒന്നും കാണാൻ പോലും നമുക്ക് ഭാഗ്യമില്ല. കാരണം നമ്മേക്കാൾ മുമ്പ് അവര് മൺമറഞ്ഞു പോയി. ഇനിയോ നമ്മുടെ രണ്ട് പേര് അല്ലെങ്കിൽ രണ്ട് തലമുറ കഴിയുമ്പോഴേക്കുള്ള പേരക്കുട്ടികൾക്ക് അവർക്ക് നമ്മെ ചിലപ്പോ കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? നമ്മളെപ്പോഴേക്ക് മണ്ണോട് ചേരുന്നു. അപ്പൊ മരണം എന്നത് എപ്പോഴായാലും ഏത് സന്ദർഭങ്ങളിലായാലും സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങള് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും. ആ പരീക്ഷണങ്ങൾ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥമായ ഒരു വിജയം പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ കോടതിയിൽ അവിടെ വിജയിക്കണമെങ്കിൽ ഇഹലോകത്ത് നമ്മൾ അതിന് തയ്യാറാവുക എന്നതാണ്. എങ്ങനെയാണ് നമ്മൾ തയ്യാറാവേണ്ടത്? അത് നമ്മുടെ ജീവിതത്തെ എന്തിനാണ് നാളെ സൃഷ്ടിച്ചത് എന്നൊരു ഓർമ്മ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. പ്രധാനമായിട്ട് അല്ലാഹുവെ ആരാധിക്കുവാനും അതുപോലെ നാളെ കൽപ്പിച്ച വിധികൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ കഴിയൂ എന്നതാണ്. അതിനാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കുറെ മാനദണ്ഡങ്ങൾ. നമ്മുടെ പല ആളുകളുടെയും ജീവിതങ്ങളിൽ കടന്നു ചെന്നാൽ, പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അലസമായ മനോഭാവത്തോടെ പല വിഷയങ്ങളിലും ചില ആളുകൾ ശിർക്ക് ചെയ്യുന്നു. ചില ആളുകളുടെ ജീവിതത്തിൽ വ്യഭിചാരവും മോഷണവും മദ്യപാനവും അതുപോലെ എല്ലാ തിന്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ജീവിതമാണ്. നമ്മൾ ശിർക്കിനെ പോലും നമ്മിലെ ചില ആളുകൾ നിസ്സാരമായിട്ട് ഗണിക്കുന്നുണ്ട്. എന്നാൽ നാഥൻ നമ്മോട് പഠിപ്പിച്ച ഏതൊരു കാര്യമുണ്ടോ അതിനെ ജാഗരൂകരായിക്കൊണ്ട് കാണുവാനും വീക്ഷിക്കുവാനും നമുക്ക് കഴിയണമെന്നാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണല്ലോ ശിർക്ക്. ആ ശിർക്കിനെ കുറിച്ചുള്ള ഒരു ഗൗരവം നമ്മുടെ കുറഞ്ഞ നാളുകളിൽ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടായിത്തീരണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ദഖല ജന്നത റജുലുൻ ഫീ ദുബാബിൻ വദഖല അൻ-നാർ. റജുലുൻ ഫീ ദുബാബ്, ഒരു ഈച്ചയുടെ വിഷയത്തിൽ രണ്ട് ആളുകൾ സ്വർഗ്ഗത്തിൽ, രണ്ട് ആളുകൾ, ഒരാൾ സ്വർഗ്ഗത്തിലും ഒരാൾ നരകത്തിലും പ്രവേശിച്ചതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വകൈഫ ദാലിക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് പ്രവാചകരെ അതിന്റെ അവസ്ഥ എന്താണ്? പ്രവാചകന്റെ വിശദീകരണം, മർറ റജുലാനി അലാ ഖൗമിൻ ലഹും സനമൻ ലാ യജൂസു അഹദുൻ ഹത്താ യുകദ്ദിമ ലഹു ശൈഅ. അതായത് ഒരു സമൂഹത്തിൽ ഒരു ബിംബം ഉണ്ടായിരുന്നു, വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തെ ബലിയർപ്പിക്കാതെ അതുവഴി ഒരാളെയും കടന്നു പോകാൻ അവർ സമ്മതിക്കുമായിരുന്നില്ല. അതിന് ബലിയർപ്പിച്ചാൽ മാത്രമേ കടന്നു പോകാവൂ എന്നതാണ്. അങ്ങനെ അവരിൽ ഒരു വ്യക്തി അതുവഴി കടന്നു വന്ന സന്ദർഭത്തിൽ അയാളോട് പറയുകയാണ്, നീ വല്ലതും ബലിയർപ്പിക്കൂ, ഒരു ഈച്ചയെങ്കിലും നീ ബലിയർപ്പിക്കൂ, എന്നാൽ നിനക്ക് രക്ഷപ്പെടാം. നിനക്ക് ഇതുവഴിയെ കടന്നു പോകാൻ അയാളോട് പറഞ്ഞു. അങ്ങനെ അയാൾ ഒരു ഈച്ചയെ ബലിയർപ്പിക്കുകയാണ്. എന്തിനെ? വിഗ്രഹത്തിന്റെ മുന്നിൽ അല്ലാഹുവിനുള്ള ബലിയല്ല, വിഗ്രഹത്തിലുള്ള ബലിയായിക്കൊണ്ട് അർപ്പിക്കുകയാണ്. അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിച്ചുവെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരിക്കൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, മറ്റേ മനുഷ്യൻ അദ്ദേഹം അതുവഴി വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ബലിയർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും
അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരിക്കലും അതിന് സാധ്യമല്ല, ഞാൻ ഒന്നും പകർപ്പിക്കുകയില്ല, എന്റെ റബ്ബിന് മാത്രമേ ഞാൻ അത് ചെയ്യുകയുള്ളൂ എന്ന യഥാർത്ഥമായ തൗഹീദ് ഉൾക്കൊണ്ട ജീവിതത്തിൽ അത്രയും അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയും ഭക്തിയുമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പ്രതിജ്ഞ എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പിരടി അവർ ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ അദ്ദേഹം അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ്. അപ്പോ നമ്മുടെ ആളുകൾക്കിടയിൽ ഇന്ന് എത്രയോ തൗഹീദിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ പോലും തൗഹീദിന് സംശയം വരുന്ന രീതിയിൽ പല വ്യത്യസ്തമായ ചിന്തകളാണ്. കാരണം ഏറ്റവും നല്ല തൗഹീദ് പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ പ്രബോധകരും പ്രപിതാക്കളുമായി ജീവിച്ചിരുന്ന സമൂഹത്തിലേക്ക് തന്നെ അത്തരത്തില് തൗഹീദിനെ നിസ്സാരമായി വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന മരണത്തെ കുറിച്ചുള്ള ചിന്തയിലേക്കായിരിക്കണം നമ്മൾ കടന്നു പോകേണ്ടത്. ആ മരണം എന്നത് എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും നമ്മിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അതെടുത്ത് പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്. എത്ര വലിയ കെട്ടിട കൊട്ടാരങ്ങളോ രമ്യകർമ്മങ്ങൾ ഉണ്ടാക്കിയിരുന്നാലും അവിടേക്കെല്ലാം മരണം കടന്നു വരുന്നു എന്നതാണ്. എല്ലാ ശരീരവും മരണം ആസ്വദിക്കും, എല്ലാ ശരീരത്തിലേക്കും മരണം കടന്നു വരും. ആരെങ്കിലും ഇവിടെ മരിക്കാതെ ജീവിക്കുമായിരുന്നുവെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ജീവിക്കേണ്ടിയിരുന്നത്. ആ പ്രവാചകനോട് പോലും പറഞ്ഞത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നിശ്ചയം നിങ്ങളും മരിക്കുന്നതാണ് അവരും മരിക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ട് മരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം ആയിക്കൊണ്ട് മരിക്കുവാൻ നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും അത്തരത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസ സംഹിതകളിലൂടെ കൊണ്ടുപോകാൻ അവിടെ കഴിയുന്നുവെങ്കിലാണ് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നത്. എങ്ങനെയായിരിക്കണം? നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥമായ വിശ്വാസം. നമ്മൾ എന്തിനാണ് ഇത്തരത്തിൽ സൗകര്യങ്ങളും അതുപോലെ തന്നെ സജ്ജീകരണങ്ങളും ഒരുക്കി ക്ലാസുകൾ ഒരുക്കിയിട്ട് ആ നന്മയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? യഥാർത്ഥമായ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നതും സകാത്ത് നൽകുന്നതും ഇസ്ലാമികേതായ മുഴുവൻ നന്മകൾ എന്തിനാണ് നമ്മൾ അനുവർത്തിക്കുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ സമയം ആ രീതിയിൽ കൊണ്ടുപോകുന്നത് എന്തിനാണ്? നാളെ പരലോക ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന താല്പര്യമാണ്. ആ താല്പര്യം മാത്രമല്ല, നമ്മുടെ കുടുംബമാതരത്തിൽ ജീവിച്ചുകൊണ്ട് രക്ഷപ്പെടണമെന്ന ആഗ്രഹവും വലിയ അഭിലാഷവുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മോടും നമ്മുടെ ശരീരത്തോടും കുടുംബത്തോടും ഒക്കെ ചെയ്യാനുള്ള വലിയൊരു പ്രബോധനമുണ്ട്. മരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം ആയിക്കൊണ്ട് മരിക്കണമെന്നായിരിക്കണം. മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും യഅ്ഖൂബ് അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ മക്കളെ അരികിലേക്ക് വെച്ചുകൊണ്ട് പറയുന്ന വചനം പോലും ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്നൊരു വസിയത്താണ് അവർക്ക് അവരുടെ മക്കളോട് പോലും ചെയ്യാനും പറയാനുമുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ചിന്തയുണ്ടായിരിക്കണം. മരിക്കുന്ന സന്ദർഭത്തിൽ എവിടെയായിരുന്നാലും, ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ എങ്ങനെയെങ്കിലും ഒരു അപകടം സംഭവിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കുളിക്കാനിറങ്ങിയ പുഴയിൽ വെച്ചോ അല്ലെങ്കിൽ വല്ല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ മരണം സംഭവിക്കുക. ഇനിയോ വേറെ എവിടെ മരണം എവിടെയായിരുന്നാലും മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പരിപൂർണ മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ കഴിയണമെന്നത് പരിപൂർണമായിക്കൊണ്ട് ഇസ്ലാമിനെ കീഴുകൊടുക്കാൻ സാധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാലോ മനുഷ്യർക്ക് ഐഹികമായ അല്ലെങ്കിൽ ഇഹലോക ജീവിതത്തിലെ വലിയ വലിയ സൗകര്യങ്ങൾ കാണുമ്പോൾ അതിൽ മതിമറന്നുകൊണ്ട് വളരെ താല്പര്യപൂർവ്വം ജീവിച്ചു പോകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകത്തെ വളരെ നിസ്സാരമായി ഉപമിച്ച എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരു ചത്ത ആടിനെ അവിടുത്തെ സഹായിമാരുടെ മുമ്പിൽ കാണുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ആർക്കാണ് ഈ ആടിനെ വാങ്ങാൻ കഴിയുക, ആർക്കാണ് ആടിന് ആവശ്യമുള്ളത്? അവരാരും പറഞ്ഞു, എല്ലാവരും പറയാണ് ഞങ്ങൾക്ക് ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ വെറുതെ കൊണ്ടുപോക്കോ എന്ന് പറയുമ്പോഴും അവർ പറയാണ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ലെങ്കിലേ അത് ചത്തതാണ്, പിന്നെയോ അതിനാണെങ്കിൽ അതിനെ പ്രത്യേക വൈകല്യം കൂടിയുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത്രയും നിസ്സാരമാണ് ഐഹിക ജീവിതം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് അതിനോട് ഉപമിക്കുകയാണ്. മറ്റൊരിക്കലും സമുദ്രത്തിൽ വിരൽ മുക്കിയിട്ട് ആ വിരൽ മുക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു വിരലിൽ എത്രത്തോളം വെള്ളമുണ്ടാകുമോ അത്ര മാത്രമാണ് ഐഹിക ജീവിതം എന്നൊക്കെ പല ഹദീസുകളിലൂടെ ഉപമിച്ച ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഐഹിക ലോകം എന്താണ് അല്ലെങ്കിൽ ഇഹലോക ജീവിതം എന്താണ്, അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയും മരണത്തെ കുറിച്ചുള്ള ചിന്ത നമ്മിലേക്ക് വരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മനുഷ്യർക്ക് രണ്ട് ആഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഒന്ന് ഫീ ഹുബ്ബി ദുനിയ, ദുനിയാവിനോടുള്ള ആഗ്രഹമാണ്. വധൂലിൽ അമൽ, മറ്റൊന്ന് ആയുസ് നീട്ടിക്കിട്ടാനുള്ള ആഗ്രഹമാണ്. ഇത് രണ്ടും മനുഷ്യർക്ക് എപ്പോഴും ഉണ്ടാകും. എന്നാൽ നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നുവോ? അല്ല. അവർ ജീവിക്കുന്ന നാളുകളിൽ തന്നെയും മരണത്തിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നുപോയിരുന്ന നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മഹാന്മാരായ സ്വഹാബിമാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് അവർ ഇൽമ നേടുകയും ആ നേടിയ അറിവ് പ്രബോധന പ്രവർത്തന പ്രക്രിയകളിലൂടെ നടന്നുകൊണ്ട് ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഓടി നടന്നുകൊണ്ട് നിർവഹിച്ച ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കുടുംബത്തിലൂടെ കൊണ്ടുപോയിട്ട് നിർവഹിച്ച ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, അവർ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അവരുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല മരിക്കുന്ന ഒരു സന്ദർഭം അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. വഹുവ ഫീ സിയാഖത്തിൽ മൗത്ത് യബ്ഖാ തവീല, ധാരാളമായി കൊണ്ട് കരയുകയാണ് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല. വഹവല വജഹു ഇലൽ ജിദാർ, അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ ചുമരിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. മരണ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മരണരംഗം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹാബിമാരുണ്ട്. ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സമാശ്വാസത്തിന്റെയും വാക്കുകൾ നൽകുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലതൊന്നും ഒരു തരത്തിലും സാന്ത്വനമായി തീരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട മകൻ അരികിലേക്ക് വന്നുകൊണ്ട് സുവിശേഷ വാർത്ത അറിയിച്ചിട്ടില്ലയോ, നിങ്ങൾ കരയുകയാണോ എന്ന് ഉപ്പയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പ്രിയപ്പെട്ട മകൻ സമാധാനത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, അവരൊക്കെ ശേഷിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ അവരൊക്കെ ബാക്കി വെച്ചിരുന്നത് ഇത്തരത്തിലുള്ള സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയാണ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഉപ്പ നടക്കേണ്ടത് നടക്കാനും ഉപ്പ ഇരിക്കേണ്ടത് ഇരിക്കാനും ഉപ്പയ്ക്ക് പകരം ഏത് നന്മയിലും മുന്നേറാനും ഉപ്പയ്ക്ക് പകരം വെക്കാനും പറ്റാവുന്ന സ്വാലിഹീങ്ങളായ മക്കളെ പിന്തലമുറയായി കൊണ്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയത്. മഹാനായ ഉമർ ബിൻ ഖത്താബിന് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ കൊണ്ട് അബ്ദുല്ലാഹിനെ കൊണ്ട് അഭിമാനിക്കാൻ കഴിയുമായിരുന്നു. കാരണം അബ്ദുല്ലാഹി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പിൻപറ്റുകയും നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും വളർച്ചയിലും സമീപനങ്ങളിലും സമ്പ്രദായങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങളെ കാണണമെങ്കിൽ അബ്ദുല്ലാഹിലേക്ക് നോക്കിക്കൊള്ളൂ എന്ന് പറയാൻ മാത്രം അത്രത്തോളം മുത്തഖിയുസ്സന്നയായി ജീവിച്ച സഹാബിയാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു തആല. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകനെ കൊണ്ട് അഭിമാനിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ മുൻഗാമികളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങനെയാണ്, അവർക്ക് അഭിമാനിക്കാൻ കഴിയുമായിരുന്നു തങ്ങളുടെ മക്കളെ കൊണ്ട്. അതുപോലെ മഹാനായ അംർ ബിൻ ആസിന്റെ മരണരംഗത്ത് മുസ്ലിം സമുദായത്തിന് ഏറെ വേദനയുണ്ടാക്കുന്ന മരണ സന്ദർഭങ്ങളിൽ ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മകൻ അരികിലേക്ക് വന്നുകൊണ്ട് അങ്ങേക്ക് സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിച്ചിട്ടില്ലയോ, നിങ്ങൾ കഴിയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട മകന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അംർ ബിൻ ആസ് ആ മുഖം ജനങ്ങളിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആഘാതം വരികയാണ്. വീണ്ടും ആ മകൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? അദ്ദേഹത്തെ ഉപ്പയെ സന്തോഷത്തിന്റെ വാക്കുകൾ അറിയിക്കുകയാണ്. മകനെ, ഉപ്പയെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ച മകൻ ആ മകനിലേക്കും ജനങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ട് അംർ ബിൻ ആസ് പറയുകയാണ്, ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത, ഒരിക്കലും എനിക്ക് മറച്ചു വെക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എപ്പോഴും പറയാൻ പറ്റാവുന്ന 3 ഘട്ടങ്ങൾ സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ഓരോ സന്ദർഭങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നതിന് മുമ്പ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള എന്റെ ജീവിതകാലം എന്നത്, അന്ന് എനിക്ക് ഏറ്റവും ലോകത്തിൽ ദേഷ്യമുണ്ടായിരുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പ്രവാചകനോടായിരുന്നു എനിക്ക് ഏറ്റവും അധികം ദേഷ്യം. എവിടെ വെച്ചുകൊണ്ട് പ്രവാചകനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയണമെന്ന
താല്പര്യം കൊണ്ട് നടന്നിരുന്ന ഒരു സന്ദർഭം എന്റെ ജീവിതത്തിന്റെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിൽ പ്രവേശിക്കുമായിരുന്നു. എന്നാലോ എന്റെ ജീവിതത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നു. രണ്ടാമത്തെ ഘട്ടം കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും എന്നിട്ട് ഇസ്ലാമിന്റേതായ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയ സന്ദർഭം. ആ സന്ദർഭത്തില് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തു. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കരയുമ്പോ റസൂൽ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാ അംറേ നീ കരയുന്നത് എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പ്രവാചകനോട് ഞാൻ പറയുക, പ്രവാചകൻ എനിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരുപാട് തെറ്റുകളുമായി ജീവിച്ച വ്യക്തിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ അംറേ ഇസ്ലാം എന്നത് നിന്റെ പഴയ കാര്യങ്ങൾ മുഴുവനും തുടച്ചു നീക്കുന്ന ഇസ്ലാം എന്നത് പഴയതിനെ മുഴുവനും, ഹജ്ജ് എന്നത് മുൻപ് കഴിഞ്ഞ മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് പോലെ, ഹിജ്റ എന്നത് മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നത് പോലെ, അതുപോലെ ഇസ്ലാം സ്വീകരിച്ചപ്പോഴേക്ക് നിന്റെ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിച്ചു എന്നാണ്. അങ്ങനെ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടം അദ്ദേഹം വേദനയോടുകൂടി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചത്. അപ്പൊ അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മരണ സന്ദർഭങ്ങളിൽ പോലും അവർ ആ പഴയ നന്മകൾ ഓർത്തുകൊണ്ട് അവയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും മരണവുമാണ് മഹാന്മാരായ സഹാബിമാരുടെ അവസാന നിമിഷങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മിലേക്ക് മരണം കടന്നു വരുന്നതിന് മുമ്പായിക്കൊണ്ട് യഥാർത്ഥമായ ജീവിതം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലും ചിന്തയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ മരിക്കേണ്ടവനാണ് എന്ന ഒരു ചിന്തയുണ്ടായി തീരാൻ അതിനുവേണ്ടി ആയിരിക്കണം. നോക്കൂ, നിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ തഅലമൂന മാ അലമ ലബഖീതും കസീറാ വലബഹിതും ഖലീല. ഞാൻ മനസ്സിലാക്കിയിരുന്ന അറിഞ്ഞിരുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, ധാരാളമായി വെറുതെ കരയുമായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് നമ്മിലേക്ക് ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വിചാരണയ്ക്ക് വെക്കേണ്ടെന്ന് വരുന്ന ഒരു സന്ദർഭം, ഒരു സമയം വരാനിരിക്കുന്നു എന്നൊരു ചിന്ത. അതിനെന്ത് വേണം? ഇഹലോകത്തുള്ള നമ്മുടെ ഈ നൈമിഷികമായ ജീവിതത്തിൽ അവിടെ ജീവിക്കുമ്പോ മരിക്കേണ്ടവനാണെന്നതും അതിനുവേണ്ടി ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ കുടുംബത്തെ ആ രീതിയിൽ പ്രേരിപ്പിക്കുകയും നമ്മുടെ തർക്കങ്ങളും വിതർക്കങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ രീതിയിൽ വെറുതെ ആളുകളെ മോശമാക്കുന്ന രീതിയിൽ അങ്ങനെയല്ല, എല്ലാത്തിൽ നിന്നും അനാവശ്യമായ കൺഭൂഷണങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് തൗഹീദ് കൃത്യമായി പ്രബോധനം ചെയ്യുകയും അത് ഊർജ്ജസ്വലതയോടുകൂടി ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ജിന്നിനോട് സഹായം തേടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാമെന്നോ അങ്ങനെയുള്ള പല ആളുകൾ എങ്ങനെ പലതരത്തിലെ ആളുകൾക്കിടയിൽ വിശ്വാസങ്ങളിൽ വൈകല്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംശയങ്ങളും അതുപോലെ വിജയപ്രദേശങ്ങളിലൂടെ കടന്നുപോയാല് ആ വിജയപ്രദേശത്ത് പോയാൽ ആരെയാണ് സഹായം തേടേണ്ടത്, ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോ അവിടെ തൗഹീദുള്ള ഒരു മുസ്ലിം അയാൾ എന്ത് പ്രബോധനം ചെയ്യണം? കൃത്യമായി തൗഹീദ് പറയാൻ കഴിയണം. ഇന്ന് അനാവശ്യമായ രീതിയിൽ ആ വാദങ്ങൾ വലിച്ചിട്ട ആളുകൾ പോലും അവർ എവിടേക്ക് പോയി? ആളുകൾ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയുകയാണ്. ആർക്കും വേണ്ട. കാരണം തൗഹീദുള്ള ഒരു മുജാഹിദിന്, മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു വാദമോ അഭിപ്രായമോ അല്ല അത്തരത്തിലുള്ള വാദഗതിക്കാരെ കൊണ്ടുവന്നത്. അത് മുഴുവനും ആളുകൾ ഉപേക്ഷിച്ചു. എന്തേ? യഥാർത്ഥമായ തൗഹീദ്, നമ്മുടെ പഴമയുടെ ആളുകൾ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദിനെ സ്ഥാനമുണ്ടാവുകയുള്ളൂ. അതുമായുള്ള വാദങ്ങളുമായി വരുന്ന ആളുകൾ മുഴുവനും പോയി. എന്തേ? സമൂഹത്തിൽ അവരെ അങ്ങനെയുള്ള ആളുകളെ ആവശ്യമില്ല. എവിടെയായിരുന്നാലും അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ എന്ന് ചോദിക്കുമ്പോൾ മതി എന്ന് പറയാൻ, അതുകൊണ്ട് തൗഹീദ് കൃത്യമായി പ്രബോധനം ചെയ്യുകയും നമ്മുടെ ജീവിതത്തിലെ മരണം എന്നത് കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായ തൗഹീദിന്റെ ആദർശവുമായി കൊണ്ട് ഒരാളെയും ഭയപ്പെടാതെ, ഒരാളുടെ അനാവശ്യമായ വാദങ്ങളെയും അത്തരത്തിലുള്ള ചർച്ചകളുടെയും മുന്നിൽ പതറാതെ തളരാതെ
തൗഹീദുമായി കടന്നുപോയ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എവിടെയായിരുന്നാലും മരണം സംഭവിക്കുമ്പോൾ പരിപൂർണമായ തൗഹീദുള്ള മനുഷ്യനായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അതിന് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആ തൗഹീദി പാതയിൽ അത് പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാൻ കഴിയണം നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മൾ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സൽപ്രവർത്തനങ്ങളാണെങ്കിലും അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാനും നമ്മുടെ കുടുംബത്തിന് ഇനി ഒരിക്കലും തന്നെ കുടുംബത്തിന് അടിത്തറമാകുന്ന രീതിയിലുള്ള അത്തരത്തിൽ ആദർശപരമായ സംശയങ്ങൾ ഇനി കടന്നു വരാൻ പാടില്ല. കാരണം നമ്മൾ ശുദ്ധീകരിച്ചെടുത്ത സംസ്കരിച്ചെടുത്ത ജീവിതത്തിൽ തിളക്കമായ രീതിയിൽ കൊണ്ടുവന്ന അത്തരത്തിലുള്ള ആളുകളിലേക്കാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നുകൊണ്ട് മനസ്സിനെ ദുർബലപ്പെടുത്തുകയും ഈമാനിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേദനാജനകമായ അവസ്ഥകൾ വന്നത്. ഇനിയുള്ള ആ തരത്തിലുള്ള വേദനകൾ വരുമ്പോൾ അതിന് അടിയോടെ പിഴുതെറിയണമെങ്കിൽ നമ്മൾ തൗഹീദുള്ള ആളുകളായി തീരണം. തൗഹീദി പ്രബോധനയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് എവിടെയായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ട് ലോകത്തിന്റെ രാജ്യങ്ങളുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ദഅവത്തുമായി കടന്നുപോയി. നോക്കൂ നിങ്ങളെ, മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച ദഅവത്തിന്റെ ഏതാനും ചില വചനങ്ങളുമായി കൊണ്ട് പല ഭാഗങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് പോയി ഒരു സമൂഹത്തെയും കുടുംബത്തെയും നാടിനെയും നാട്ടുകാരെയും മുഴുവനും മാറ്റി. അങ്ങനെ വലിയൊരു ജനസാഗരവുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചു വന്നത് നമ്മൾ കേട്ടവരാണ്. അതുപോലെ തന്നെ പ്രവാചകന് ദീന് പഠിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തകരിൽ പോയ ഒരുപാട് ആളുകൾ. അതുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ പഠിക്കുന്ന നന്മ അതുമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യം എന്നത് മരണചിന്ത നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, മരിക്കേണ്ടവരാണ് എന്ന ഓർമ്മ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുവാൻ അതിന് സാധിക്കണം എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഖബർ കണ്ടാൽ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പൊതുശ്മശാനങ്ങളിലൂടെ സഞ്ചരിക്കുമായിരുന്നു. എന്തിനാണ്? മരണത്തെ കുറിച്ചുള്ള ചിന്ത മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹൃദയങ്ങളിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആലയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു തആല മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭങ്ങളിൽ ബിലാൽ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് കടന്നു വന്ന സ്ത്രീയോട് നീ തിരിച്ചു പോ, ബിലാൽ സ്വർഗ്ഗം കണ്ടുകൊണ്ടാണ് മരിക്കുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ച സംഭവങ്ങൾ നമ്മൾ കേട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരുങ്ങണം. മരിക്കുന്ന സന്ദർഭത്തിൽ പരിപൂർണമായ തൗഹീദിന്റെ ആദർശമുള്ള ഒരു കുടുംബമായി കൊണ്ട് ജീവിക്കുവാൻ അതിനുവേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയാർന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി കൊണ്ട് മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൽപ്രവർത്തനം ചെയ്തുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കുന്ന വ്യക്തി. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാം, അസ്സലത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ സദരി ഫഖാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഇബ്തിഗാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാക്കായിക്കൊണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അയാൾ അത് പറയുന്നത് എങ്കിൽ അതോടുകൂടി അവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നതാണ്. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിക്കുകയാണ്, ഒരാളുടെ അവസാന നിമിഷത്തിൽ അയാൾ സൽപ്രവർത്തനങ്ങളുമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അയാളിലേക്ക് മരണം സംഭവിക്കുക. ഒരാൾ നോമ്പുകാരനായിരിക്കുന്ന സന്ദർഭത്തിലാണ് മരിക്കുന്നതെങ്കിലോ അയാൾക്ക് അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് മരിക്കുന്നതെങ്കിലോ അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഒരാൾ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കെ, സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കെ അങ്ങനെയാണ് മരിക്കുന്നതെങ്കിലോ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. അപ്പൊ ഓരോ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് അങ്ങനെ മരിക്കുമ്പോ അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ടത് നന്മയാർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിക്കാൻ അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈമാനുള്ള മനസ്സുകൾക്കും ശരീരങ്ങൾക്കുമേ അത് സാധിക്കുകയുള്ളൂ. എങ്ങനെ? അത് നമ്മൾ വളർത്തിയെടുക്കുക എന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചില നന്മയുടെ വശങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ നന്മയുടേതായ വശങ്ങളും അതുപോലെ ജീവിത ക്രമങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. എന്നാലോ പലപ്പോഴും പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട നന്മയുടെ വശങ്ങൾ പോലും അകന്നു പോകുന്നൊരവസ്ഥ ധാരാളമായി നമ്മൾ കാണുന്നു. പല ആളുകളും നാളെ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിക്കുകയാണ്, എന്താണ് മാ സലകകും ഫീ സഖർ,
ഈ സഖർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അല്ലെങ്കിൽ ആ സഖറിലേക്ക് എറിയപ്പെടുമ്പോ ആ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ച കാരണം എന്താ എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് അവരോട് ചോദിക്കുമ്പോ അവര് പറയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, അതുപോലെ തന്നെ ഞങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നു, അതുപോലെ തന്നെ നാളത്തെ പ്രതിഫല നാളിനെ അതിനെ നിഷേധിച്ചു കളഞ്ഞവരായിരുന്നു എന്നാണ് നരകത്തിലേക്ക് എറിയപ്പെടുന്ന സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിലെ അത്തരത്തിലുള്ള ആളുകൾ പറയുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളുണ്ട്. 7 സന്ദർഭങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പായി 7 ഘട്ടങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതാണ് 7 ഘട്ടങ്ങൾ? 7 ഘട്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നന്നാക്കി തീർക്കുക. 1, അതിരുവിടുന്ന സമ്പന്നത, എല്ലാറ്റിനെയും അർപ്പിച്ചു കളയുന്ന സമ്പന്നത കടന്നു വരുന്നതിന് മുമ്പായിക്കൊണ്ട്, വിനാശകരമായ രോഗം സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, അതുപോലെ പിച്ചുമ്പേയും പറയുന്ന വാർദ്ധക്യം, ആർക്കും വേണ്ടാതെ ഒരു വീടിന്റെ മൂലാകളിലേക്ക് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറ്റപ്പെടുന്ന ഒരു സന്ദർഭം, അതുപോലെ തന്നെ ആകസ്മികമായ മരണം, പെട്ടെന്ന് സംഭവിക്കുന്ന മരണം, അതുപോലെ തന്നെ അതുപോലെ തന്നെ ദജ്ജാൽ എന്ന് പറയുന്ന മഹാദ്രോഹൻ അല്ലെങ്കിൽ ദുഷ്ടൻ അവൻ വരുന്നതിന് മുമ്പ്, പിന്നെയോ അതുപോലെ തന്നെ ഖിയാമത്ത് നാള്. ഇങ്ങനെയുള്ള 7 സന്ദർഭങ്ങൾ ഇതിന്റെ മുമ്പായിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നന്നാക്കി തീർക്കും എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അതുപോലെ മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നത് 5 അവസരങ്ങൾക്ക് മുമ്പായി നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏതാണ് 5 അവസരങ്ങൾ? 1, ശബാബക ഖബല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം, നല്ല പ്രസരിപ്പും ആരോഗ്യവും തന്റേടവും അതുപോലെ ഓടിച്ചാടി നടക്കാൻ കഴിയാവുന്ന നല്ല സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ നമ്മളിൽ പല ആളുകൾക്കും അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ പ്രായാധിക്യം വന്ന് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അപ്പൊ ഒന്ന് നമസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റു നന്മകൾ ചെയ്യാനും അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകാനും ഒക്കെ ആ സമയങ്ങളിലായിരിക്കും തോന്നുന്നത്. അങ്ങനെയല്ല, അതിന്റെ മുമ്പ് തന്നെ തോന്നാൻ കഴിയണം. എങ്ങനെ? നല്ല ആരോഗ്യമുള്ള യുവത്വമുള്ള സന്ദർഭങ്ങളിൽ കണ്ണ് കാണാൻ കഴിയാത്ത അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ നമസ്കാരത്തിന് അതായത് മദീനയിലെ പള്ളിയിലേക്ക് ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി വരേണ്ടതുണ്ടോ എന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും അതുപോലെ കഷ്ടതകളും റസൂലുള്ളാഹിയോട് അവതരിപ്പിച്ചപ്പോൾ ചെറിയൊരു ഇളവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിയെ അബ്ദുള്ള, നിങ്ങൾ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ ബാങ്ക് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നീയും മദീനയിലെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് എവിടുന്ന് കേൾക്കുന്നുവോ അവിടെ നീ ഉത്തരം നൽകണം, നമസ്കരിക്കാൻ എത്തണമെന്നതാണ്. അതിന്റെ കണ്ണ് കാണാൻ കഴിയാത്ത, നടക്കാനും അതുപോലെ കൊണ്ടുപോകാനും സൗകര്യങ്ങളില്ലാത്ത അത്രത്തോളം പ്രയാസങ്ങൾ സഹിക്കുമ്പോ അയാളോട് പോലും അല്ലെങ്കിൽ അബ്ദുല്ലാഹി മക്തൂമിനോട് പോലും പറയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേലുള്ള ബാധ്യതകൾ എത്രയാ എന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെയോ രോഗത്തിന് മുമ്പുള്ള ആരോഗ്യ കാലഘട്ടം, അതിനെയും ഉപയോഗപ്പെടുത്താൻ കഴിയണം. നല്ല പ്രസരിപ്പുള്ള നല്ല ശരീരം മുഴുവനും ഒരു തരത്തിലും പ്രയാസങ്ങളില്ലാത്ത സന്ദർഭം, അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. പിന്നെയോ ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഐശ്വര്യമായ കാലഘട്ടം, അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെയോ നിങ്ങളുടെ ജോലിക്ക് മുമ്പുള്ള നിങ്ങളുടെ ഒഴിവ് സമയം, അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെയോ നിങ്ങളുടെ മരണത്തിനുമുള്ള ജീവിത കാലഘട്ടം, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ ഒരുപാട് നന്മയുടെ വശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മൾ ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമാണ്. അതായത് മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാൻ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ വളരെ തുച്ഛമായ ജീവിതമാണ് ഈ ഐഹികമായ ജീവിതം. ഒന്നെങ്കിൽ 60ഓ 70ഓ വയസ്സാകുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്. എത്ര വലിയ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ദിനേന എന്നോണം പത്രങ്ങളിൽ തന്നെ പത്രത്താളുകളിൽ ചെറിയ കുട്ടികളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, മരണ വാർത്തകൾ. അതുപോലെ പെട്ടെന്നുള്ള മരണ വാർത്തകൾ നമ്മുടെ കാതുകളിലേക്ക് വന്ന് കേൾക്കുന്നു. എന്നാലും അല്പസമയത്തേക്ക് മാത്രം മരണചിന്ത നമ്മിലേക്ക് കടന്നു വരുന്നു. അത് പിന്നീട് നമ്മൾ മറന്നു പോകുന്നു. എന്തേ? നമ്മിലേക്ക് നമ്മുടെ മരണത്തെ പോലും നമ്മൾ വിസ്മരിക്കുകയാണ് എങ്കിൽ
നമ്മൾ ചിന്തിക്കുക, മരണമത് എപ്പോഴും എവിടെയായിരുന്നാലും സംഭവിക്കാം. സംഭവിക്കുമ്പോ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിപൂർണമാണ് എന്ന ഒരു തീർച്ചപ്പെടുത്തൽ ഉണ്ടായിരിക്കണം. നോക്കൂ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നന്മയാർന്ന രീതിയിൽ പഠിപ്പിച്ച മുഴുവൻ നന്മകളും അവയോടുള്ള ഒരു വ്യാകൃത താല്പര്യം ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ, അയാൾ അത് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അയാൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. രണ്ട് വ്യക്തികള്, അതായത് വലിയ എന്ന പ്രദേശത്തുള്ള രണ്ട് കൂട്ടുകാര്, അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരിൽ ഒരാൾ മരണപ്പെട്ടു. പിന്നെയോ അങ്ങനെ മരണപ്പെട്ട സന്ദർഭത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് മറ്റേ വ്യക്തി മരിക്കുന്നത്. രണ്ട് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ ഒരു വർഷം മുമ്പേ മരണപ്പെട്ടു. രണ്ടാമത്തെ വ്യക്തിയും പിന്നീട് ഒരു വർഷത്തിന് ശേഷം, അതായത് മരണപ്പെട്ടതിന് ശേഷം അവർ ഇരുവരെയും സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. അതിൽ ഒരു കൂട്ടുകാരൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മറ്റേ കൂട്ടുകാരൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരു സംഭവമാണ്. അതായത് രണ്ട് കൂട്ടുകാരിൽ ജീവിച്ചിട്ട് ആ രണ്ട് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ നേരത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും മറ്റേ കൂട്ടുകാരൻ അതിനുശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതുമായിക്കൊണ്ടുള്ള സ്വപ്നമാണ് കാണുന്നത്. അതായത് ആദ്യം പ്രവേശിച്ച ആളെ, ആദ്യം മരണപ്പെട്ട വ്യക്തിയേക്കാൾ മുമ്പായിക്കൊണ്ട്, അതായത് ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ട വ്യക്തി, ഇയാളുടെ നേരത്തെ മുമ്പായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് അവസാനം മരണപ്പെട്ട വ്യക്തി ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതായി മഹാനായ തുൽഹാ റളിയല്ലാഹു തആല സ്വപ്നം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നുകൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സംഭവം ഉണ്ടായത്. റസൂൽ പറയാണ്, അലൈസ ഖദ സ്വാമ ബഅദ റമദാൻ വസല്ല ബഅദ 6000 റകഅത്തിൻ കദാ വകദാ റകഅത്തിൻ. അതായത് രണ്ടാമത് മരണപ്പെട്ട വ്യക്തി, ഫസ്റ്റ് മരണപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവസാനം മരിച്ച വ്യക്തി എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇയാൾ റമദാനിൽ ജീവിച്ചില്ലയോ, അതുപോലെ തന്നെ 6000 റകഅത്തോളം ഇയാൾക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞു, മറ്റേ വ്യക്തിയേക്കാൾ അപേക്ഷിച്ചുകൊണ്ട് പിന്നെയും നന്മകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഇയാൾ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണമായി തീർന്നത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയാണോ അള്ളാഹു ആയുസ് നിശ്ചയിച്ചതെങ്കിൽ ആ ആയുസ് കൊണ്ട് ഒരുങ്ങാൻ സാധിക്കണം. നമ്മിലേക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ചെയ്യുന്ന ഏത് പ്രവർത്തനവും മുസ്ലിമെ നന്മയാണ്. ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അള്ളാഹു നന്മയുടെ വശമായിക്കൊണ്ട് നന്മകൾ പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട്. ഒരു വൃക്ഷം കുഴിച്ചിട്ടാലും അതിന് പ്രതിഫലമാണ്. ഒരു മരത്തിന്റെ കൊമ്പുകൾ ആളുകൾക്കിടയിൽ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ അത് നിൽക്കുന്നുവെങ്കിൽ അതിന്റെ ശിഖരങ്ങൾ മുറിച്ചു കളഞ്ഞാൽ അതും അയാൾക്ക് പ്രതിഫലാർഹമാണ്. ഒരു ജന്തു ജീവജാലങ്ങൾക്ക് വെള്ളം നൽകിയാൽ അതും അയാൾക്ക് പ്രതിഫലാർഹമാണ്. എന്തു ചെയ്യുന്ന എല്ലാം പ്രതിഫലമാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ മരണത്തിന് ശേഷവും ഉപകാരപ്പെടുന്ന 6 കാര്യങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആ 6 കാര്യങ്ങളിലെ നമുക്ക് ഉപകാരപ്പെടുന്നത്, ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതുമായ അറിവുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ അതുപോലെ ആളുകൾക്ക് പാരായണം ചെയ്യാൻ വേണ്ടി ഖുർആൻ വഖഫായിക്കൊണ്ട് നൽകിയെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പാരായണം ചെയ്ത മുസ്ഹഫുകൾ ഉണ്ടെങ്കിലും അത് നമുക്ക് വേണ്ടി ശുപാർശയായിക്കൊണ്ട് കടന്നു വരും. അതുപോലെ മസ്ജിദൻ ബനാ, ജനങ്ങൾക്ക് നമസ്കരിക്കാനായി ഒരു പള്ളി നിർമ്മിച്ചെങ്കിലും അത് ഉപകാരപ്പെടും. പിന്നെയോ ഔ ബൈത്തൽ ഇബ്നി സബീലി ബനാഹു, വഴിയാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഒരു വീടോ അല്ലെങ്കിൽ തണൽ സ്ഥലമോ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതും ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്നതാണ്. നല്ല ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ആളുകൾക്ക് കൊടുക്കുന്ന ദാനമുണ്ടല്ലോ, അതും ഒരു മനുഷ്യന് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനുമായി വല്ല കിണറോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യം ഒരുക്കിയാൽ അതും ഉപകാരപ്പെടും. ഇതൊക്കെ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷവും ഉപകാരപ്പെടുന്ന നന്മകളാണ്. അതുകൊണ്ട് സൂചിപ്പിച്ചു വരുന്നത്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുങ്ങാൻ എത്തരത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള നന്മകളുമായി മുന്നോട്ട് പോകാൻ അതിന് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ അതിന് കഴിയണമെന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ചില നന്മകൾ നോക്കൂ നിങ്ങൾ. നമ്മുടെ പ്രവാചകൻ
ഒരുപാട് നന്മയുടെ വശങ്ങൾ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ചില നന്മകളാണ് ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ. ആ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന്, അയാൾ മരിക്കുന്ന സന്ദർഭത്തിൽ അയാളിൽ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ ഒരു മനസ്സായിക്കൊണ്ട്, എങ്ങനെ തൗവാബീങ്ങളിൽപ്പെടുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സിനോട് ഉടമയായി തീരാൻ, നമ്മുടെ മുഴുവൻ കഴിഞ്ഞുപോയ പാപങ്ങളെ കുറിച്ച് അള്ളാഹുവോട് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ സ്നേഹം നമ്മിലേക്ക് കരസ്ഥമാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രവാചകന്റെ സുന്നത്തിനോട് താല്പര്യം നമ്മൾ നൽകുക. കാരണം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭ്യമായി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ സ്നേഹം ഒരു മനുഷ്യന് ലഭ്യമായി കഴിഞ്ഞാൽ അത് മാത്രം മതി അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇദാ ഹബ്ബല്ലാഹു ലബദ നാദാ ജിബ്രീൽ, ഒരു മനുഷ്യനെ അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, ഇന്ന മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഫഹിബ്ബുഹു, അതുകൊണ്ട് നിങ്ങളും അയാളെ സ്നേഹിക്കണമെന്ന് ജിബ്രീലിനോട് പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീലും അയാളെ സ്നേഹിക്കും. എന്നിട്ടോ ജിബ്രീൽ ചെന്നിട്ട് ആകാശ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും മുഴുവൻ മാലാഖകളോടും അല്ലെങ്കിൽ മലക്കുകളോടും ജിബ്രീൽ വിളിച്ചു പറയും, അള്ളാഹു ഇന്നയാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളോടും ജിബ്രീൽ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും അയാളെ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കുമ്പോ പിന്നീട് അയാൾക്ക് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുന്നതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമായി കഴിഞ്ഞാൽ മലക്കുകൾ അയാളെ ഇഷ്ടപ്പെടും, ജിബ്രീൽ അയാളെ സ്നേഹിക്കും, മലക്കുകൾ അയാളെ സ്നേഹിക്കും. അതുപോലെ തന്നെ ഭൂമിയിൽ ആ മനുഷ്യന് സ്വീകാര്യത ലഭ്യമായി തീരുന്നതാണ്. അതിന് പറ്റാവുന്ന ചില കാര്യങ്ങളാണ്, ഒന്ന് തൗവാബീങ്ങളിൽ പെടുക, പശ്ചാത്തപിക്കുന്ന മനസ്സിന്റെ ഉടമയായി തീരുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് താല്പര്യമുണ്ടാകുന്ന മനസ്സിന്റെ ഉടമയായി തീരുക എന്നത്. പിന്നെയോ അള്ളാഹുവെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം ഒരു മനുഷ്യനുണ്ടായിത്തീരണം. അള്ളാഹുവെ കണ്ടുമുട്ടാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മാത്രം മതി. അതായത് നാളെ റബ്ബിന്റെ കോടതിയിൽ തനിക്ക് റബ്ബിനെ കാണണമെന്നൊരു പ്രതീക്ഷയോടുകൂടി ഒരാൾ അമൽ ചെയ്യുന്നുവെങ്കിലും അത് അയാളുടെ പരലോകത്ത് അയാൾക്ക് വിജയിക്കാൻ കഴിയുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ നന്മ ചെയ്യുന്ന പുണ്യം ചെയ്യുന്ന ആളുകളെ അവർ അള്ളാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ പുണ്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ എല്ലാ വിഷയങ്ങളിലും, കുടുംബത്തിലാവട്ടെ, നാട്ടിലാവട്ടെ, അതുപോലെ സമൂഹത്തിലാകട്ടെ, അതുപോലെ തന്റെ ഓഫീസിലാകട്ടെ, എവിടെയായിരുന്നോട്ടെ, എവിടെയായിരുന്നാലും നീതി പാലിക്കുന്ന വിഷയത്തിൽ കൃത്യമായി നീതി പാലിക്കാൻ കഴിയുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നീതി പാലിക്കുന്ന ആളുകളെ അവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് പഠിപ്പിക്കുന്നത് അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുന്ന മനസ്സിന്റെ ഉടമകളെ, അങ്ങനെയുള്ള മനസ്സുകളെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. മറ്റൊന്ന്, ധാരാളമായി എല്ലാ വിഷയങ്ങളിലും ശുദ്ധി വരുത്തുന്ന ആളുകളെ, വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധി വരുത്തുന്നവരായ ആളുകളെ അവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ എന്തിനാണ് നമ്മോട് പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ വിജയം കൈവരിക്കുവാൻ വേണ്ടിയാണ്. നോക്കൂ, നിങ്ങൾ മുത്തഖീങ്ങളായ ആളുകളിൽ പെടുക എന്നതാണ് അതിനുള്ള മറ്റൊരു വഴിയായി പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെയും അള്ളാഹു ഇഷ്ടമാണ്. എവിടെയൊക്കെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ടോ, ഏതെല്ലാം മേഖലകളിൽ സൂക്ഷ്മതയോട് അടിസ്ഥാനമായി കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ കഴിയുമോ അവിടെ മുഴുവനും അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അത് നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അതെങ്ങനെയാണ് ഉണ്ടായിത്തീരുക? അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണ ഒരു മനസ്സുകളിൽ ഉണ്ടായിത്തീരുമ്പോൾ മാത്രമാണ്. സൂക്ഷ്മജ്ഞാനികളായ ആളുകളെ അവരല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പിന്നെയോ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, സങ്കീർണതകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ അവിടെ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക. ക്ഷമ നമ്മുടെ മുഖമുദ്രയായി സ്വീകരിക്കാൻ കഴിയുക. അങ്ങനെയാകുമ്പോൾ അവിടെയും അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമാലുക്കളിൽ പെടുക. നമ്മുടെ മക്കൾക്ക് രോഗം വന്നു, ഉപ്പയ്ക്ക് രോഗം വന്നു, ഉമ്മയ്ക്ക് രോഗം വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ വേർപിരിഞ്ഞു പോയി, അവിടെയൊക്കെ ക്ഷമിക്കാൻ കഴിയുക. ഇനി നമുക്ക് തന്നെ രോഗം വന്ന് പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെ ക്ഷമിക്കാൻ കഴിയുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. പിന്നെയോ അള്ളാഹുവിന്റെ എന്ത് വിഷയത്തിലും തവക്കുൽ ചെയ്യാൻ കഴിയുക. ഏത് കാര്യമുണ്ടോ ഹസ്ബി അല്ലാഹ്
എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമയായി തീരുക. അങ്ങനെയാണെങ്കിലോ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അങ്ങനെയുള്ള ആളുകളെയും അള്ളാഹു സ്നേഹിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകള് മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് വിജയിക്കാനുള്ള തിളക്കമാകുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള നന്മയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ആദ്യം മുതലേ ഒന്ന് കഴിഞ്ഞുപോയ നാളുകളെ കുറിച്ച് പിന്നോക്ക് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകളെ ശുദ്ധീകരിച്ചുകൊണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ, അതിൽ പഴയ കാലത്തെ കുറിച്ചുള്ള ഒരു ചിന്ത, നമ്മൾ ഒരുപാട് തിന്മയിൽ ജീവിച്ചിരുന്നതും തിന്മയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നതും അത് മുഴുവനും അല്ലാഹുവോട് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടിയും ഇനിയുള്ള നാളുകളെ കൂടുതൽ തിളക്കமான രീതിയിൽ കൊണ്ടുപോകാൻ അതിനെന്ത് വേണം? നമ്മുടെ ജീവിതത്തിലെ ഹൃദയാന്തരാളങ്ങളിൽ യഥാർത്ഥമായ തൗഹീദിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിലും അയാൾക്ക് വിജയിക്കാൻ കഴിയും. അതാണ് നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്ത ഏറ്റവും വലിയ ആയുധം. അവർക്ക് പതറാൻ കഴിഞ്ഞില്ല. തൗഹീദുള്ള ആളുകളാണെങ്കിലും അവർക്ക് മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിലും അവർക്ക് അവിടെ പതറാതെ തളരാതെ മരിക്കാൻ കഴിയുന്നു. അതിനാണല്ലോ നമുക്കറിയാം നമ്മുടെ മുൻഗാമികളിൽ പല ആളുകളുടെയും യർമൂക്കിന്റെ പോരാട്ട ഭൂമിയിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മുൻഗാമികളായ ആളുകൾ, ആ സ്വഹാബി വര്യന്മാരും യർമൂക്കിലെ ഏറ്റവും വലിയ ശത്രു സൈന്യവുമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവരങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോ അവരുടെ അവസാന നിമിഷങ്ങളിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പിടയുകയാണ്. പിടയുന്ന സന്ദർഭത്തിൽ വെള്ളത്തിന്റെ വെള്ളപാത്രവുമായി കൊണ്ട് ഒരു സൈന്യാധിപൻ അതുവഴി കടന്നു വരുന്നു. ഇക്രിമയെ കണ്ടപ്പോൾ ഇക്രിമയുടെ വായിലേക്ക് വെള്ളത്തുള്ളിയിൽ അദ്ദേഹം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അപ്പുറത്ത് കടന്നുകൊണ്ട് ഹാരിസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അപ്പൊ ഹാരിസിന് കൊണ്ടുപോയി കൊടുക്കൂ വെള്ളം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഹാരിസിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ഹയ്യക്ക് കൊടുക്കൂ എന്ന് പറയാൻ എന്താണ് 3 പേരുടെ അരികിലേക്കും സൈന്യാധിപൻ ചെന്നു. 3 പേരും തനിക്ക് കിട്ടിയില്ലെങ്കിൽ തന്റെ സഹോദരന് കൊടുക്കൂ എന്ന് മരണത്തിന്റെ വ്യഗ്രതയിൽ പോലും പറയുന്ന സഹോദര്യത്തിന്റെ സമത്വത്തിന്റെ ആ സംഗതി എവിടെ നിന്നാണ് കടന്നു വന്നത്? തൗഹീദ് ഉള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 പേർക്ക് വെള്ളം കിട്ടിയില്ല. പക്ഷെ മരിക്കുമ്പോൾ അവർ തൗഹീദ് ഉൾക്കൊണ്ട യഥാർത്ഥമായ ആദർശത്തിന്റെ ഉടമകളായിക്കൊണ്ട് അവർക്ക് മരിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്ന സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നന്മയാർന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ച ചില നന്മകളുണ്ട്. എന്താണ് നന്മകൾ? മരിക്കുന്ന സന്ദർഭത്തിൽ പ്രധാനമായിക്കൊണ്ട് ആ നന്മയെ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? മരിക്കുന്ന സന്ദർഭത്തിൽ മരണചിന്ത യഥാർത്ഥമായ രീതിയിൽ നല്ല ആത്മവിശ്വാസം എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക? അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അതിന് ജീവിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ചില ആയത്തുകളുടെ സാരാംശം നമുക്കറിയാമല്ലോ. വമാ തഫ്അലു മിൻ ഖൈറിൻ ഫഇന്നല്ലാഹ ബിയലീം. എപ്പോഴാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അത് സൂക്ഷ്മമായി അല്ലാഹു അറിയുന്നു എന്ന രീതിയിൽ നന്മകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ വമാ തഫ്അലു മിൻ ഖൈറിൻ യഅലമുഹുല്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്താലും അത് അല്ലാഹു അറിയുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെയും അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 3 കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ അയാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതാണ്. ആ ഈമാനിന്റെ മാധുര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മറ്റൊന്നും പ്രശ്നമല്ല. എന്താണ് ആ ഈമാനിന്റെ മാധുര്യം കിട്ടാനുള്ള കാര്യം? ഒന്ന്, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അള്ളാഹുവോടും അവന്റെ റസൂലിനോടും മറ്റെന്തിനേക്കാൾ ഏതിനേക്കാൾ സ്നേഹം ഉണ്ടാവുക. എനിക്ക് ഏത് സന്ദർഭത്തിലും അള്ളാഹു മദീനതും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരു വിഷയത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ സുന്നത്തിനോട് ദൃഢതയോടെ അതിന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ നെഞ്ചിൽ കൈകെട്ടിക്കൊണ്ട് നമസ്കരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിലും മറ്റു നമസ്കാരങ്ങളിലും ആ പ്രവാചകൻ പ്രത്യേകമായി കൊണ്ട് ഖുനൂത്ത് ഓതിയ സന്ദർഭങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സുബഹിക്ക് മാത്രമായിട്ട് ഖുനൂത്ത് ഓതിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഖുനൂത്ത് നമ്മൾ ഓതുന്നില്ല. അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നിർവഹിച്ചിട്ടില്ല. നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകമായ ദിക്റുകളോ കാര്യങ്ങളോ ഇങ്ങനെ എന്തൊക്കെ നമ്മുടെ സമൂഹത്തിലെ നാട്ടിലെ വിദഗ്ധകളായി കടന്നു വന്നുവോ അവിടെയെല്ലാം യഥാർത്ഥമായ സുന്നത്തിനെ നമ്മൾ പുനഃപരിശോധിക്കുക. അങ്ങനെ സുന്നത്തിന്റെ ആളുകളായി ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് അള്ളാഹു റസൂലും പ്രിയപ്പെട്ടവരായി തീരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഒരു മനുഷ്യനെ സ്നേഹിക്കുക. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കണം നമ്മൾ അത് ഉദ്ദേശിക്കേണ്ടത്. അതുപോലെ
അതായത് നമ്മളെ തൗഹീദുൽ കൊണ്ട് ഇതിലേക്ക് കടന്നു വന്നവരാണ്. അത് കൊണ്ട് തന്നെ അങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ട, ഇതിലേക്ക് കടന്നു വന്ന അവിശ്വാസത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയ ശേഷം ഇനി വീണ്ടും ആ നരകത്തിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക് കടന്നു പോകുന്നത് വലിയ അപകടമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് തിരിച്ചു പോകുക എന്നത് ഏറ്റവും വെറുപ്പോടുകൂടി നമ്മൾ കാണുക. കാരണം നമ്മൾ ഇതിലേക്ക് കടന്നു വന്നതിന് ശേഷം, യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകില്ല എന്ന രീതിയിൽ ഈ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക. അതിലേക്ക് പോകുന്നത് വലിയ പേടിയോടുകൂടി ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുവെങ്കിലും അങ്ങനെ അതിലേക്ക് പോകുന്നത്, തിരിച്ചു പോകുന്നത് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത് പോലെ ആ പഴയ തിന്മ എന്നത് വലിയ പാപമായിക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അത് ഉണ്ടാക്കി തീർക്കുക എന്നത്, ഇത് മൂന്നും ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ ഈമാനിന്റെ മാധുര്യം അയാൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മോട് പ്രത്യേകമായി പഠിപ്പിക്കുന്ന ചില നന്മകള്, മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ആകെയുള്ളത്, എന്തിനാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ആളുകൾക്ക് ഈ ദഅവത്ത് നിർവഹിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് പാടുപെട്ടുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? ഇതിൽ നിന്ന് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മുവഹിദുകളായ 40 ആളുകളെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് മുഖേന നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. നമുക്ക് ആകെയുള്ളത് ഈ കൂട്ടായ്മ എന്നുള്ള ലാഭം എന്നത് എന്താണ്? നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി എത്തുന്നവരിൽ മുവഹിദുകൾ ഉണ്ടായിരിക്കണം, തൗഹീദ് ഉള്ളവരായിരിക്കണം, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അങ്ങനെ ജീവിച്ച് മരിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ നമ്മൾ വളർത്തിയെടുത്തിട്ട് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പിറകെ നിൽക്കുന്നവരും നമുക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുന്നവരായ ആളുകൾ അവരായിരിക്കണം എന്നതാണ്. നോക്കൂ, നിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂം അലാ ജനാസതി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ ഇല്ലാ ശഫഅഹുല്ലാഹു ഫീ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും അല്ലാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത 40 പേര് അയാൾക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ അള്ളാഹു ശുപാർശ സ്വീകരിക്കുന്നതാണ്. അയാളുടെ കാര്യം രക്ഷപ്പെടും. എങ്ങനെയായാൽ അങ്ങനെയുള്ള ആളുകൾ അയാൾക്ക് വേണ്ടി നമസ്കരിച്ചു എങ്കിൽ അത് മുഖേന നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നതാണ്. അതുകൊണ്ട് നമുക്കുള്ളത് ആകെയുള്ള ഒരു നന്മയുടെ ഭാഗം എന്നത് അതിൽ ഏറ്റവും വലിയ വിജയമായി കൊണ്ട് പഠിക്കുന്നത് ആ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, മരിക്കുന്ന സമയത്ത് അള്ളാഹുവെ കുറിച്ചുള്ള ഏറ്റവും നല്ല ശുഭ പ്രതീക്ഷയോടുകൂടി മരിക്കുക എന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അന്നഹു സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതി ബി 3 അയ്യാമിൻ യഖൂൽ ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജൽ. നിങ്ങളിൽ ഒരാൾ മരിക്കുമ്പോൾ അള്ളാഹുവെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷയോട് കൂടി അല്ലാതെ നിങ്ങളിൽ ഒരാളും നിങ്ങൾ മരിക്കരുത്. മരിക്കുമ്പോൾ അള്ളാഹുവെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ടായിരിക്കണം, ഈമാൻ ഉണ്ടായിരിക്കണം, ഇഹ്തിസാബ് നമുക്കുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം, പ്രതിഫലേച്ഛയും നമ്മിലുണ്ടായിരിക്കണം. ഇത് രണ്ടും ഒരു മനുഷ്യരുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളിൽ ഒരാളും തന്നെ അള്ളാഹുവെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷയില്ലാതെ നിങ്ങളിൽ ഒരാളും തന്നെ മരിക്കരുത് എന്നാണ് നമ്മോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം വളരെ ചെറിയൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയുള്ള വഴി? ഒരു ഭാഗത്തേക്ക് സ്വർഗത്തിലേക്ക്, ഒരു ഭാഗത്തിലേക്ക് നരകത്തിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അങ്ങനെയാണല്ലോ, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖി നഅലി വന്നാറു മിസ്ല ദാലിക്. സ്വർഗ്ഗം നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ അടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. നരകം എന്നതും അതേപോലെയാണ്. എപ്പോഴും സ്വർഗത്തിലേക്ക് പോകാം, എപ്പോഴും നരകത്തിലേക്ക് പോകാം. അത്രയും അടുത്തായിക്കൊണ്ടാണ് ഇത് രണ്ടും. അതുകൊണ്ട് വലിയ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ പരിപൂർണമായ പ്രതീക്ഷയും തൃപ്തിയുമുള്ള മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് അങ്ങനെയായി മരിക്കാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ 2 ഹദീസ് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹ് മിനൽ ഉഖൂബ മാ തുമിഅ ബി ജന്നതി അഹദുൻ വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ മാ ഖലിത മിൻ ജന്നതിൻ അഹദുൻ. ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ശരിക്കും അയാൾ അറിയുകയാണെങ്കിൽ ഒരാളും സ്വർഗത്തെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയില്ല. ഇനിയോ ഒരു സത്യനിഷേധിയാണെങ്കിലോ അയാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അയാൾ അറിയുകയാണെങ്കിൽ
അവന്റെ സ്വർഗത്തെ കുറിച്ച് ഒരാളും തന്നെ നിരാശനായി തീരുകയില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെയോ ഒരു അവിശ്വാസിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സന്ദർഭം എങ്ങനെയാണ്? അതുപോലെ തന്നെ ഒരു കാഫിറായ മനുഷ്യൻ അയാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? വിശ്വാസിയാണെങ്കിൽ അയാൾ പറയും എന്നെ വേഗം കൊണ്ടുപോ, എന്നെ വേഗം കൊണ്ടുപോ എന്ന് അയാൾ പറയും. ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് അയാൾ പറയും. എന്നാൽ ഒരു കാഫിറായ മനുഷ്യൻ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്, എവിടേക്കാ എന്നെ നിങ്ങൾ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് എന്നവൻ പേടിയോടുകൂടി പറയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരിക്കുമ്പോൾ പരിപൂർണമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഹദീസുകൾ പ്രതിപാദിക്കേണ്ടതുണ്ട്. എങ്കിലും വളരെ ചുരുങ്ങിയ രീതിയിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. മരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾ അവർക്ക് പരിപൂർണമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ അത് നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മളത് പ്രധാനമായി ചെയ്യേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒരിക്കലും തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരായ ആളുകൾ അവർക്കിടയിൽ ഒരു തരത്തിലും തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങൾ വരാത്ത രീതിയിൽ നമ്മുടെ മക്കളെ, ചെറിയ മക്കളെ വരെ കൃത്യമായ രീതിയിൽ തൗഹീദ് പഠിപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ച് യഥാവിധി മനസ്സിലാക്കുന്ന രീതിയിൽ പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. കാരണം എല്ലാ സമൂഹത്തിലേക്കും ശിർക്ക് വന്നു. മൂസാ നബിയുടെ സമൂഹത്തിലേക്കാണെങ്കിലും നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക്, അവരൊക്കെ സമൂഹത്തിലേക്ക് ശിർക്ക് വരുമ്പോൾ അവരൊക്കെ അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് പ്രബോധനം നിർവഹിച്ച സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലും ഈ ശിർക്ക് പലതരത്തിലും തൗഹീദുള്ള ആളുകളിലേക്ക് ഇത് കടന്നു വരാം, എപ്പോഴും കടന്നു വരാം. കാരണം ശിർക്ക് എന്നത് ഒരു ഉറും വലിച്ചു വരുന്നതിനേക്കാൾ നിസ്സാരമായിക്കൊണ്ട് നമ്മിലേക്ക് കടന്നു വരാവുന്ന സംഗതിയാണ്. ശിർക്കിനെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കാൻ വേണ്ടിയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പോലും പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ബിക വ അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്നൊരു പ്രാർത്ഥന പോലും തൗഹീദിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഹാബിയോടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഒരു തുലാസിലും ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെ ഈമാൻ മറ്റേ തുലാസിന് വെച്ചാലും അബൂബക്കറിന്റെ ഈമാൻ ആയിരിക്കും കരന്തൂങ്ങുക. അത്രമാത്രം തൗഹീദുള്ള ഒരു വ്യക്തി ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തോട് ആ പ്രാർത്ഥന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അദ്ദേഹം അത് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക, നമ്മുടെ ജീവിതത്തെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുക. അതുപോലെ ഇവിടെ ഖുർആൻ വിജ്ഞാന പരീക്ഷ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോമുകളും കാര്യങ്ങളും അതിന് പഠിക്കേണ്ട സിലബസുകളും ഇവിടെ ലഭ്യമാണ്. നമ്മളത് വേണ്ട കാര്യങ്ങൾ മുഴുവനും നമ്മളത് ചോദിച്ചറിഞ്ഞ് ഇവിടെ മനസ്സിലാക്കുക. കാരണം വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ ഖുർആനിന്റെ ആളുകളായി തീരാനും അതിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ വരുന്ന അടുത്ത വെള്ളിയാഴ്ച ജനാബ് എം എം അക്ബർ സാഹിബിന്റെ പ്രോഗ്രാം അൽഖൂസ് സൽമന സെന്റർ ദുബായിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായി കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നടക്കുന്ന കുടുംബങ്ങൾ ശിഥിലമായി തീരുന്നതും ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഏറ്റവും നല്ല രീതിയിൽ ചർച്ച വേദിയായിക്കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും കൂട്ടുകാരെയും ഒക്കെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് 6:45 അൽഖൂസ് സൽമന സെന്ററിൽ പ്രോഗ്രാം നടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഏതൊരു ഉദ്ദേശവും അതിന്റെ പരിപൂർണമായ ഉദ്ദേശത്തോടു കൂടി സ്വീകരിക്കുകയും നന്മയാർന്ന രീതിയിൽ ജീവിക്കുവാനും മരിക്കുമ്പോൾ തൗഹീദ് ഉൾക്കൊണ്ട മനസ്സിന്റെ ഉടമകളായി ജീവിച്ച് അങ്ങനെ മരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യവും കഴിവും ശക്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ കുടുംബങ്ങൾ അവരെ ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിയിടമെന്നതാണ്. അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും അതിന്റെ പരിപൂർണമായ ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കണമെന്നതാണ്. പലതരത്തിലെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിക്കുന്ന മനസ്സുകൾക്ക് സമാധാനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണമെന്നതാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.